നടിയെ ആക്രമിച്ച കേസിൽ ജഡ്ജ് ഹണിയം വർഗീസ് ഹൈക്കോടതിയിൽ നൽകിയ മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിൽ വൈരുദ്ധ്യം. വിചാരണ കോടതി ശിരസ്തദാറായിരുന്ന താജുദ്ദീന്റേതായി രേഖപ്പെടുത്തിയ മൊഴി പരസ്പര വിരുദ്ധമാണ്. മെമ്മറി കാർഡ് പരിശോധിച്ച വിവോ മൊബൈൽ ഫോൺ നഷ്ടമായെന്ന താജുദ്ദീന്റെ മൊഴി സംശയാസ്പദമെന്നാണ് അതിജീവിതയുടെ ആക്ഷേപം. വിവരങ്ങളുമായി റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, താജുദ്ദീന്റെ മൊഴി കോട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോയ പ്രൊമോട്ടഡായ ജഡ്ജിന്റെ മൊഴി അതിൽ നമ്മൾ കാണുന്നുമില്ല. അങ്ങനെ അടിമുടി വൈരുദ്ധ്യങ്ങൾ ആദ്യം മുതൽ തന്നെ റോഷിപാൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ അതിജീവിത ചൂണ്ടിക്കാട്ടുന്ന വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ്? സുജയ, നടിയാക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈരുദ്ധ്യങ്ങളിൽ ഒന്നാണിത്. നടിയാക്രമിച്ച കേസിന്റെ വിചാരണ കോടതിയിൽ ശിരസ്തദാറായിരുന്ന താജുദ്ദീൻ വിവോ മൊബൈൽ ഫോണിൽ ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി അത് പരിശോധിച്ചു എന്ന കണ്ടെത്തലുണ്ടായിരുന്നു. അത് ഫോറൻസിക് ലാബിലെ പരിശോധനയിലാണ് ഇങ്ങനെ ഒരു കണ്ടെത്തലുണ്ടായത്. ഈ കണ്ടെത്തിയ റിപ്പോർട്ട് പോലും അത് ഹൈക്കോടതിയെ കൃത്യമായി അറിയിച്ചിരുന്നില്ല എന്നത് മറ്റൊരു വീഴ്ച. അതിനപ്പുറത്തേക്ക് ഈ താജുദ്ദീൻ നൽകിയ, ജഡ്ജായ ഹണിയം വർഗീസ് നൽകിയ മൊഴിയിലാണ് വ്യത്യാസം കാണുന്നത്. പരസ്പര വിരുദ്ധമാണ് മൊഴി. ഒന്ന്, ഫെബ്രുവരി 2022 തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ തൻ്റെ വിവോ മൊബൈൽ ഫോൺ നഷ്ടമായെന്നാണ് ആദ്യത്തെ മൊഴി. അതേ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ മറ്റൊരു മൊഴിയായി കാണുന്നത് ഓഗസ്റ്റ് മാസം ഈ മെമ്മറി കാർഡ് വിവോ മൊബൈൽ ഫോണിൽ പരിശോധിച്ചു എന്ന വാർത്ത കണ്ടപ്പോൾ തൻ്റെ മൊബൈൽ ഫോൺ ആരെങ്കിലും അത് ഉപയോഗിച്ചോ, ഈ തരത്തിൽ മെമ്മറി കാർഡ് തൻ്റെ മൊബൈൽ ഫോണിൽ ആരെങ്കിലും താനറിയാതെ ഉപയോഗിച്ചോ എന്ന് കണ്ടെത്താനായി തൻ്റെ മൊബൈൽ ഫോണിൽ പരിശോധന നടത്തിയെന്ന് മറ്റൊരു മൊഴിയും താജുദ്ദീൻ നൽകിയിരിക്കുന്നു. അതായത് ഫെബ്രുവരിയിൽ നഷ്ടമായ ഫോൺ ഓഗസ്റ്റിൽ 5 മാസത്തിന് ശേഷം എങ്ങനെ ആ ഫോണിൽ പരിശോധന താജുദ്ദീന് നടത്താൻ കഴിയും എന്ന ചോദ്യമാണ് അതിജീവിത ഉയർത്തുന്നത്. മാത്രവുമല്ല, ഫെബ്രുവരിയിൽ ഫോൺ നഷ്ടമായപ്പോൾ അത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകാനോ അത് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കാനോ ഈ താജുദ്ദീൻ തയ്യാറായതായി കാണുന്നില്ല. അങ്ങനെയെങ്കിൽ ആ ഫോൺ നഷ്ടമായിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം സംശയമുണ്ട്. ഈ മൊബൈൽ ഫോൺ ലഭിച്ചാൽ മാത്രമേ ഈ മെമ്മറി കാർഡ് വിവോ ഫോണിൽ ഉപയോഗിച്ചപ്പോൾ ആ ദൃശ്യങ്ങൾ മറ്റൊരു ഫോണിലേക്ക് ഏതെങ്കിലും സാമൂഹ്യ മാധ്യമം വഴി പങ്കുവച്ചോ അല്ലെങ്കിൽ പകർത്തിയോ എന്നടക്കം കണ്ടെത്താൻ കഴിയും. അത് ആ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അത് തടയാൻ വേണ്ടിയാണോ താജുദ്ദീൻ ഈ തരത്തിൽ തെറ്റായ മൊഴി നൽകിയത് എന്നടക്കമുള്ള പരിശോധന നടത്തണം. ആ തരത്തിലൊരു ശാസ്ത്രീയ പരിശോധനയോ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അത് സംബന്ധിച്ച് തുടർ അന്വേഷണമോ വിശദമായ അന്വേഷണത്തിനോ ജഡ്ജ് ഹണിയം വർഗീസ് തയ്യാറായിട്ടില്ല എന്ന വിമർശനമാണ് അതിജീവിത ഉയർത്തുന്നത്. ഏതായാലും അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ വിശദമായ ഒരു പോലീസ് അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ വേണമെന്ന ആവശ്യം അതിജീവിത ഉന്നയിക്കുന്നത്. ഏതായാലും അതിജീവിത സമർപ്പിച്ച ഹർജിയിൽ മെയ് 30-നാണ് ഹൈക്കോടതി വാദം കേൾക്കുന്നത്. സുജയ. ഓക്കെ, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. അടിമുടി വൈരുദ്ധ്യമാണ് മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിൽ കാണുന്നതെന്ന് അതിജീവിത ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ കോടതിയുടെ തീരുമാനം വരാൻ ഇനിയും കാത്തിരിക്കണം. 1.5 മാസം, മെയ് 30-നാണ് കോടതി ഹർജി വീണ്ടും പരിഗണിക്കുന്നത്.